ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ബേബുവിനെ കൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് പക്ഷികൾ മാത്രമുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ പക്ഷികൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് പലതരത്തിലുള്ള പക്ഷികളുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും, പക്ഷി കൂട് വെച്ചിരിക്കുകയാണ് അവിടെ. അവർ തന്നെ കൂട് ഉണ്ടാക്കി അതിൽ മുട്ടയിട്ട് അവർ അടയിരിക്കുന്നുണ്ട് അതിനകത്ത്. ബേബു ഭയങ്കര ഹാപ്പിയാണ്. ബേബുവിനിങ്ങനെ പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് പക്ഷികളവിടെ കൊത്തുകൂടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പക്ഷിയുടെ കൂട് ഇവിടെ ഇവർ മുട്ടയിട്ടിട്ട് അതിന് മുകളിൽ അടയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷികൾ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ചുറ്റും നെറ്റ് ഇട്ടിട്ടുണ്ട്. മുകളിലും പറന്ന് പോകാതിരിക്കാൻ വേണ്ടി നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പടങ്ങളിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ പക്ഷികളിങ്ങനെ നിൽക്കുന്നത് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. വെള്ളത്തിൽ കുറേ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ മരങ്ങളും പിന്നെ പക്ഷികളും, ചുറ്റും പക്ഷികളും, വെള്ളത്തിലും പക്ഷികളുണ്ട്. ചിലരൊക്കെ ഉറങ്ങുകയാണ്. ബേബുവിന് പിന്നെ എവിടെ വന്നാലും ഓട്ടമാണ്. അവൾക്ക് ഓടാനാണ് കൂടുതലും ഇഷ്ടം. ഇതുവരെ എങ്ങും വീണിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബഗ്ഗി റൈഡ് കിട്ടി. ഇത് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ബഗ്ഗി റൈഡ് ഫ്രീ ആണ്. ബഗ്ഗി റൈഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൊത്തത്തിൽ 5 പേരും പിന്നെ കുഞ്ഞും ഉണ്ടായിരുന്നു ഒരു റൈഡിൽ. പിന്നെ ഓടിക്കുന്ന ചേട്ടൻ ശ്രീലങ്കയിൽ നിന്നുള്ളൊരു ചേട്ടനാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരി തന്നെയാണിത്. നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ നിൽക്കുന്ന മാതിരി ഇവിടെയുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ഇത് സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ അതിൽ ആ കാട്ടിനുള്ളിൽ കൂടി അകത്തേക്ക് കൊണ്ടുപോകും. ഇടയ്ക്കൊക്കെ നമുക്ക് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് ശരിക്കും കണ്ടാൽ നമ്മൾ നാട്ടിൽ കൂടെയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ 2 സൈഡിലും മരങ്ങളും ഇലകളും പച്ചപ്പും ഒക്കെ കാണില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. എന്നാൽ ഇത് കാണുന്നത് വളരെ റെയറായിട്ടാണ്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇത് കാണാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് അവരിങ്ങനെ വെള്ളം കയറ്റിയിട്ടേക്കാണ്. വെള്ളം കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തോടിൻ്റെ സൈഡിലൊക്കെ കാണില്ലേ, കായലിൻ്റെ സൈഡിലൊക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇതിൽ മീനുണ്ട്. കിളികളൊക്കെ വന്ന് മീനൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി, ഒരു ബഗ്ഗി റൈഡ് നിർത്തി. ഇവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബേർഡ്സ് ഒബ്സർവേഷൻ സ്ഥലമാണത്. ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. അങ്ങനെ ഞാനും ബേബുവും അതിനെ കാണാൻ പോവുകയാണ് ബൈനോക്കുലറിൽ കൂടെ. സൈഡിൽ മൊത്തം വെള്ളമാണ്, ചുറ്റും വെള്ളമാണ്. ബേബുവിന് ഈ വെള്ളത്തിൽ കാണുമ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോൾ അവളതിൽ ചാടാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കി. എന്നാൽ അടുത്ത് കൊണ്ടുവന്ന അവൾക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ കാല് മുക്കാനും.
കുറച്ച് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അവർ. പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ല, അവരവിടെ ഇങ്ങനെ കയറ് വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബൈനോക്കുലർ. ഇതിൽ കൂടി നമുക്ക് നോക്കിയാൽ പക്ഷികളെ അവിടെ വെള്ളത്തിലും ആ കരയിലും ഒക്കെ ഇരിക്കുന്ന പക്ഷികളെ കാണാൻ പറ്റും. പക്ഷേ ഫോണിൽ കൂടെ നോക്കുമ്പോൾ അത് കാണുന്നില്ല. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പക്ഷികളെ നമുക്ക് ഒത്തിരി അടുത്ത് കാണാൻ പറ്റും. ആ വെള്ളം നല്ലതുപോലെ, മരങ്ങളൊക്കെ നല്ലതുപോലെ അടുത്ത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് മീനുകൾ ഇങ്ങനെ അനങ്ങുന്നത് കാണാൻ പറ്റും. ഒരുപാട് മീനുകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ വയലിലും പാടത്ത് പിന്നെ തോട്ടിലുമൊക്കെ കാണുന്ന ചെറിയ മാനത്ത് കണ്ണി മീനൊക്കെ ഇല്ലേ, അതേപോലൊക്കെ ഒരുപാട് മീനുകൾ, നാട്ടിലെ കൂട്ട് ഒരുപാട് മീനുകളെ കാണാൻ പറ്റി. അവിടെ കുക്കൊക്കെ വരുന്നുണ്ട്. കുക്ക് വന്നിട്ട് മീനെ കൊത്തിക്കൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ പക്ഷികൾ മാത്രമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ നോക്കിയപ്പോൾ അവിടെ 2-3 പേര് നിൽക്കുന്ന കണ്ടു. അങ്ങ് ദൂരെ ഒരു മാനാണത്. മാന് 3 മാനുണ്ടായിരുന്നു. പക്ഷെ എത്ര നമ്മൾ സൗണ്ട് വെച്ചിട്ടും അവർ അനങ്ങുന്നില്ല, അവർ നോക്കുന്ന കൂട്ടുമില്ല. ഒരു മാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് സൗണ്ട് കേട്ടിട്ട്. ഞങ്ങളിന്നിവിടെ വരണമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ വേറൊരു വഴിക്ക് പോയപ്പോൾ ഇങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. വീട്ടിൽ പോയാൽ എന്തായാലും കിടന്നുറങ്ങും. അപ്പോൾ പിന്നെ ഒരു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയതായിട്ട് ബേബുനും സന്തോഷമാവും കൊണ്ടുപോകുമ്പോൾ. അങ്ങനെ വിചാരിച്ചിട്ട് വെറുതെ വന്നതാണ്. അപ്പോൾ എന്തായാലും ബഗ്ഗി റൈഡിൽ കയറാൻ പറ്റി. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ ബഗ്ഗി റൈഡിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പക്ഷികളെ മാത്രം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ബഗ്ഗി റൈഡും കൂടെ കിട്ടി. അടുത്ത ട്രിപ്പ് ബഗ്ഗി റൈഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി ഞങ്ങൾ ചെന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് ഈ വണ്ടിയിൽ അടുത്ത ബഗ്ഗി റൈഡിന് പോകുന്നത്. അവിടെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അവർ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ അവർ അടുത്ത ട്രിപ്പിന് കയറി പോകും. അങ്ങനെ നമ്മുടെ ബഗ്ഗി റൈഡ് ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ ബൈ. അടുത്തൊരു ട്രിപ്പിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ. Thank you for watching.